വെൽക്കം ടു PSC ജേണി. PSC ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചൊരു ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അതായത് PSC ചെയർമാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവരും കാത്തിരുന്ന വാർത്തകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അതുപോലെയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ പറയുന്നത് എന്താണ്, നമ്മൾ ഇപ്പോൾ LDC ഒക്കെ എക്സാം എഴുതിയിട്ട് ഈ കഴിഞ്ഞ ഒരു LDC എക്സാം നമ്മൾ പഠിച്ചിട്ടും വിചാരിച്ച പോലെ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റാതെ ഭയങ്കര വിഷമിച്ചിരിക്കുന്നവരാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത LDC എപ്പോഴാണ് വരിക എന്നൊക്കെ. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവായിട്ടാണ് PSC ചെയർമാൻ വന്നിട്ടുള്ളത്. അതായത് അടുത്ത പ്രിലിംസ് എന്ന് പറയുന്നത് ഈ മെയ്യിൽ തന്നെ ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഈ മെയ്യിൽ എക്സാമിൻ്റെ ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഉടനെ ഈ ഒരു മാസം തന്നെ പ്രഖ്യാപിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് നമുക്ക് കാത്തിരിക്കാം. കാരണം ഈ ഒരു മാസം തന്നെ അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ വർഷം മെയ്യിൽ തന്നെ നമ്മളുടെ അടുത്ത ഒരു പ്രിലിംസ് LDCയുടെ പ്രിലിംസ് വരികയാണ്. അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുക, കാത്തിരുന്നവരൊക്കെ തന്നെ നന്നായിട്ട് പഠിക്കുക. അത്യാവശ്യം നല്ല സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിൻസിന് വേണ്ടി തന്നെ കണക്കാക്കിയിട്ട് പഠിക്കുക, പ്രിലിംസിനായിട്ട് പഠിക്കരുത് കേട്ടോ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാനുള്ള നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുള്ള ടൈം തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി LDC ഒക്കെ എഴുതിയിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ എന്താ പറയുക അത്യാവശ്യം പെർഫോം ചെയ്യാൻ പറ്റാതെ പോയവരായിട്ടായിരിക്കും നമ്മൾ കൂടുതൽ മത്സരിക്കുന്നത്, പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ തന്നെ പഠിച്ച് തയ്യാറാവണം. ഒറ്റ സമയം പോലും കളയാതെ ഉള്ള സമയം, ഒരു ദിവസത്തിൽ എത്ര സമയം നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അത്രയും സമയം തന്നെ ഉപയോഗപ്പെടുത്തി നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. കാരണം നിങ്ങൾ ബിഗിനേഴ്സ് എന്ന് പറയുന്നവർ എന്താണ് അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞ ഒരു LDCക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ട് അവർക്ക് ആ ഒരു രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയവരായിരിക്കും. അപ്പോൾ അവരോടാണ് നിങ്ങൾ മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നിലെത്താൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനി ഈ ഒരു പ്രിലിംസ്, ഈ ഒരു 10ാം തരം പ്രിലിംസൊക്കെ എന്താണ് വർഷാവർഷം നടത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളുടെ ചാൻസുകളൊന്നും പോവില്ലെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. എല്ലാ വർഷവും അപ്പോൾ പ്രിലിംസ് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അതിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഒറ്റ ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രിയുടെ കാര്യമാണ്. ഡിഗ്രി പ്രിലിംസ് എഴുതിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ഉൾപ്പെടെ പല പ്രമുഖ ചാനലുകളും നമ്മുടെ ഒരു ചെറിയ ചാനലാണ്, പക്ഷേ മറ്റ് പല പ്രമുഖ ചാനലുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഡിഗ്രിയുടെ മെയിൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് മോഡലിലായിരിക്കും എന്ന്. അപ്പോൾ നമ്മളും അങ്ങനെ ഒരു അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പ്രതീക്ഷയല്ല അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ഡിസ്ക്രിപ്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു PSC ചെയർമാൻ അറിയിച്ചിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കില്ല, OMR തന്നെ ആയിരിക്കും ആ ഒരു മെയിൻസ് എക്സാം എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും കുറച്ച് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. കാരണം ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക അതിനോട് പൊരുത്തപ്പെടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പഠിച്ചെടുക്കാനൊക്കെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ തുടർന്ന് പോകുന്ന ആ ഒരു രീതിയിൽ തന്നെ OMR രീതിയിൽ തന്നെ ആകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. അതിൻ്റെ റിസൾട്ടും ഒക്കെ തയ്യാറായി കഴിഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് പ്രിലിംസിൻ്റെ ഡിഗ്രിയുടെ മെയിൻസിൻ്റെ സിലബസ് തയ്യാറായിട്ടുണ്ട്, അത് ഉടനെ പ്രസിദ്ധീകരിക്കും. ഒപ്പം തന്നെ ഈ ഒരു പ്രിലിംസിൻ്റെ റിസൾട്ടും റെഡി ആയിട്ടുണ്ട്, അതും പ്രസിദ്ധീകരിക്കാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും സമയങ്ങളായത് അവരും ഈ ഒരു മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊള്ളുക. നല്ലൊരു പ്രതീക്ഷ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഡിഗ്രി മെയിൻസും എഴുതാനൊക്കെ ആർക്കൊക്കെ എന്താണ് ഏകദേശം എത്ര മാർക്ക് കിട്ടിയവർക്കൊക്കെ എഴുതാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ മാർക്ക് കിട്ടിയിട്ടുള്ളവർ എന്തായാലും സമയം കളയാതെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ട് തന്നെ. കാരണം ഒബ്ജക്റ്റീവ് രീതിയിൽ തന്നെയാണ് പരീക്ഷ എന്ന് നമുക്ക് വിവരം ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാവരും നിങ്ങൾ ചെയ്യാനുള്ളത് എല്ലാം പഠിക്കുക എന്നത് മാത്രമാണ് ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തം. കിട്ടുന്ന മാക്സിമം ടൈം ഒരു 6, 7, 8 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം അത്രയും ടൈം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച് മുന്നേറാൻ നോക്കുക. ഇനിയൊരു അവസരത്തിനായിട്ട് കാത്തിരിക്കാതെ ഈ ഒരു അവസരം തന്നെ, ഈ ഒരു കിട്ടുന്ന അവസരം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും ഈ ഒരു എക്സാമുകളിൽ വിജയിക്കാൻ പറ്റട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. കഴിഞ്ഞ എക്സാമുകളിലൊക്കെ നിങ്ങൾ വരുത്തിയ തെറ്റുകൾ, നിങ്ങൾക്ക് മാർക്ക് കുറയാനുണ്ടായ തെറ്റുകളും അതുപോലെ മണ്ടത്തരങ്ങളും അബദ്ധങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു എക്സാമിൽ അത് തിരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്